ലാമീസ് തിയറം. ലാമീസ് തിയറം പറയുന്നത് ഇതാണ്: ഇഫ് ത്രീ കോപ്ലനാർ കൺകറന്റ് ഫോഴ്സസ് ആർ ഇൻ ഇക്വിലിബ്രിയം, then each force is proportional to the sine of the angle between the other two forces. ഇതാണ് തിയറം പറയുന്നത്. അതായത് സപ്പോസ് ഇത് F1, 3 ഫോഴ്സസ് F1, F2, F3 ആണ് എങ്കിൽ ആ 3 ഫോഴ്സ് ഒരു പ്ലെയിനിൽ ഒരു പോയിന്റിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സസ് ആണ്. അത് ഇക്വിലിബ്രിയത്തിലും ആണ്. നമ്മൾ കൺസിഡർ ചെയ്തേക്കുന്ന F1, F2, F3 ഈ 3 ഫോഴ്സും ഒരു പോയിന്റിലാണ് ആക്ട് ചെയ്യുന്നത്, ഒരു പ്ലെയിനിലാണ്. അങ്ങനെയാണ് എങ്കിൽ നമുക്ക് F1, F2, F3 കാണണമെങ്കിൽ ലാമീസ് തിയറം യൂസ് ചെയ്തിട്ട് കാണാം. എങ്ങനെയെന്ന് വെച്ചാൽ സപ്പോസ് ഈ ആംഗിൾ ആൽഫ ആൻഡ് ദിസ് ആംഗിൾ ബീറ്റ, F1ഉം F2ഉം തമ്മിലുള്ള ആംഗിൾ ഗാമയാണെന്ന് വിചാരിക്കുക. ആണ് എങ്കിൽ തിയറം പ്രകാരം ഫോഴ്സ് ഈസ് പ്രൊപ്പോർഷണൽ ടു ദ സൈൻ ഓഫ് ദ ആംഗിൾ ബിറ്റ്വീൻ ദ അതർ ടു ഫോഴ്സസ്. അതായത് ഈ ഫോഴ്സ് കാണണമെങ്കിൽ ഇതിന്റെ സൈൻ ഇതേ ഡിവൈഡഡ് ബൈ ഇതിന്റെ സൈൻ ഓഫ് ദിസ് ആംഗിൾ ആയിരിക്കും എന്നാണ് തിയറം പറയുന്നത്. എങ്ങനെയാണെങ്കിൽ F1ഉം F2ഉം F3യും കോപ്ലനാറും ആയിരിക്കണം, കൺകറന്റ് ഫോഴ്സസും ആയിരിക്കണം. എന്ന് വെച്ചാൽ ഇതാണ് F1 ഡിവൈഡഡ് ബൈ എന്തായിരിക്കും സൈൻ ഓഫ് ആൽഫ ഈസ് ഈക്വൽ ടു F2 ഡിവൈഡഡ് ബൈ സൈൻ ഓഫ് എന്താണ് F2ന് ഓപ്പോസിറ്റ് F1 ആൻഡ് F3, അതിന്റെ ബിറ്റ്വീൻ ഉള്ള ആംഗിൾ എന്ന് പറഞ്ഞാൽ ബീറ്റ. ദെൻ F3 ഡിവൈഡഡ് ബൈ F3ക്ക് ഓപ്പോസിറ്റ് ആംഗിൾ ഏതാ ഗാമ, സൈൻ ഓഫ് ഗാമ. അപ്പൊ ഇതാണ് തിയറം പറയുന്നത്. F1 ഡിവൈഡഡ് ബൈ സൈൻ ആൽഫ ഈസ് ഈക്വൽ ടു F2 ഡിവൈഡഡ് ബൈ സൈൻ ബീറ്റ ഈക്വൽ ടു F3 ഡിവൈഡഡ് ബൈ സൈൻ ഗാമ. ഇതാണ് ലാമീസ് തിയറം പറയുന്നത്.